കെപിസിസി വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും. കെപിസിസി പുനഃസംഘടനയിലെ അതൃപ്തിയെ തുടർന്ന് കെ മുരളീധരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. മുരളീധരൻ നിർദ്ദേശിച്ച പേരുകൂടി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. മുരളീധരനുമായി പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. വടക്കൻ മേഖലാ യാത്രാ ക്യാപ്റ്റനായ മുരളീധരൻ ഗുരുവായൂരിൽ നിന്ന് പന്തളത്തേക്ക് കാറിൽ യാത്ര തിരിച്ചിട്ടുണ്ട്. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ മുരളീധരൻ തയ്യാറായിട്ടില്ല. ജാഥയുടെ വിശദാംശങ്ങളുമായി യു ഷൈജു ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ജാഥ ഇപ്പോൾ എവിടെ എത്തി? എത്ര മണിക്കാണ് പന്തളത്തെ പരിപാടി? വടക്കൻ മേഖല ക്യാപ്റ്റൻ എത്താതിരുന്നത് വലിയ ആശങ്ക, ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. പക്ഷേ അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് കാറിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നു. എത്രയധികം നേതാക്കൾ പങ്കെടുക്കുന്നു? കെ മുരളീധരൻ പങ്കെടുക്കും ഇല്ലയോ എന്ന സംഗതിയെക്കുറിച്ചുള്ള തുടക്കത്തിലുണ്ടായിരുന്ന ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കെ മുരളീധരൻ കൂടി പങ്കെടുക്കും എന്ന ആത്മവിശ്വാസം ലഭിച്ചതോടുകൂടി നേരത്തെ തീരുമാനിച്ചതനുസരിച്ചിട്ടുള്ള ആവേശകരമായ ഒരു ജാഥയായി പദയാത്ര മാറിയിരിക്കുന്നു എന്നതാണ്. കാരക്കാട് നിന്നും ആരംഭിച്ച പദയാത്ര ഇപ്പോൾ കുളനട ജംഗ്ഷനിൽ, പന്തളത്തിന് സമീപമുള്ള കുളനട ജംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇത് സമാപിക്കുക. UDF എല്ലാ നേതാക്കന്മാരും, എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും അണിനിരന്നിരിക്കുന്ന വലിയ ഒരു സമരജാഥയായി, പദയാത്രയായാണ് ഇതിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിരവധി നേതാക്കന്മാർ ഇപ്പോൾ ഈ സമരത്തെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നോടൊപ്പം ഈ ജാഥയിൽ തുടരുന്നുണ്ട്. ശരിക്കും വിശ്വാസ സംരക്ഷണ യാത്ര വലിയ ആവേശത്തിലാണ് ഇപ്പോൾ. വലിയ ആവേശമാണ്, ഭക്തന്മാരുടെ ഒരു മുന്നേറ്റമാണ്. നമ്മുടെ നാടിന്റെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ബഹുജന മുന്നേറ്റമായി ഇത് മാറുകയാണ്. മുഴുവൻ കള്ളന്മാരെയും പിടിക്കണം, സ്വർണം മുഴുവൻ കണ്ടെത്തണം, അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ശിക്ഷിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. തന്നെയാ വലിയ 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 ആവേശമാണ്. മറ്റൊരു പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷും ഈ ജാഥയിൽ, ഈ തൃത്താലയിൽ നിന്ന് ആരംഭിച്ച ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കടന്നാണ് ഇപ്പോൾ പന്തളത്ത് എത്തുന്നത്. അല്പസമയത്തിനകം ഇത് സമാപിക്കും. കൊടിക്കുന്നിൽ സുരേഷ് നമ്മോടൊപ്പം ചേർന്നു. ഈ സമരം വലിയ ആവേശത്തിൽ മാറുകയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശ്വാസികൾ ഒന്നടങ്കം ഈ യാത്രയോടൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇത് വിശ്വാസ സംരക്ഷണ യാത്ര വൻപിച്ച വിജയത്തിലേക്ക് നീങ്ങുകയാണ്. വലിയ ആവേശം നിറച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകർ ഇപ്പോൾ കുളനട ജംഗ്ഷനിൽ കേരള കോൺഗ്രസിന്റെ അഭിവാദ്യ പ്രകടനം കാണാം. അത്തരത്തിൽ ഘടകകക്ഷി കൂടി ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഒരു സമരമായി ഇത് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കെ മുരളീധരന്റെ സാന്നിധ്യം കൂടി സമാപന സമ്മേളനത്തിൽ ഉണ്ടായാൽ വലിയ ഒരു ആവേശം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അങ്ങേയറ്റം ആവേശകരമായി വിശ്വാസ സംരക്ഷണ ജാഥ പന്തളത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അവിടേക്ക് എത്തും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അബിൻ വർക്കി എന്നോടൊപ്പമുണ്ട്. ശരിക്കും പന്തളത്തേക്ക് എത്തുമ്പോൾ ചെറുപ്പക്കാരുടെ കൂടി ആവേശം ഈ ജാഥയിൽ കാണാം. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ ജാഥയ്ക്കും അപ്പുറമായിട്ട് ഇതൊരു വിശ്വാസി സമൂഹത്തിന്റെ ജാഥയാണ്. ഈ ജാഥ കേരളത്തിന്റെ പൊതുസമക്ഷത്തിന് മുമ്പിൽ അവരുടെ വികാരം ഇത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ജാഥയാണ്. ശബരിമലയിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്ന് കേരളം മുഴുവൻ തിരിച്ചറിയുകയാണ്. അതിന്റെ വിശ്വാസപരമായ വിശ്വാസികളുടെ ജാഥയാണ്. അതാണ് ഈ റോഡിന്റെ ഇരുവശത്തും. അത് രാഷ്ട്രീയ പാർട്ടികൾക്കും അപ്പുറമായിട്ട് സാധാരണ ജനങ്ങളാണ് ഈ ജാഥയ്ക്ക് അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് യുവാക്കളായിക്കൊള്ളട്ടെ, യുവതികളായിക്കോട്ടെ, സ്ത്രീജനങ്ങളായിക്കോട്ടെ, എല്ലാവരുടെയും വലിയ പിന്തുണയോടെയാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. തന്നെ അങ്ങേയറ്റം ആവേശം. ഓരോ പോയിന്റ് കഴിയും തോറും വലിയ ആവേശത്തിലാണ് ജാഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ പന്തളം നഗരസഭാ സ്റ്റാൻഡിന് സമീപത്താണ് ഇത് സമാപിക്കുക. അങ്ങേയറ്റം ആവേശത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.